കഴിഞ്ഞ വീഡിയോയിൽ പ്രസൻറ്റ് പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഫ്യൂച്ചർ ടെൻസിലെ സെൻറ്റൻസുകളെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് നോക്കുന്നത്. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. ഹീ വിൽ റൈറ്റ് എ സ്റ്റോറി. ഹീ വിൽ റൈറ്റ് എ സ്റ്റോറി. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണല്ലേ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1. ഇനി ഈ സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V3. ഞാൻ ഒന്നുകൂടി പറയാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V3. പതിവ് പോലെ നമ്മളുടെ ഒബ്ജക്റ്റ് എ സ്റ്റോറിയാണ്. എ സ്റ്റോറി വിൽ ബി റിട്ടൺ ബൈ ഹിം. ഒബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് V3. ദേ വിൽ ഫിനിഷ് ദ വർക്ക്. ദേ വിൽ ഫിനിഷ് ദ വർക്ക്. ദ വർക്ക് എന്നത് ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് V3. ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ദം. ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ദം. ഹീ വിൽ ഹാവ് റിട്ടൺ എ സ്റ്റോറി. ഹീ വിൽ ഹാവ് റിട്ടൺ എ സ്റ്റോറി. ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണല്ലേ. ഫ്യൂച്ചർ പെർഫെക്റ്റിനെ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് V3. ഒന്നുകൂടി പറയാം. ഫ്യൂച്ചർ പെർഫെക്റ്റിനെ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് V3. മുൻപത്തെ രണ്ട് ടെൻസിനെ അപേക്ഷിച്ച് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ സ്ട്രക്ചറിന് ചെറിയ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. ഹീ വിൽ ഹാവ് റിട്ടൺ എ സ്റ്റോറി. ഹീ വിൽ ഹാവ് റിട്ടൺ എ സ്റ്റോറി എന്നത് എ സ്റ്റോറി വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം. എ സ്റ്റോറി വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം. ഹീ മസ്റ്റ് ഹാവ് ടേക്കൺ ദ ടിക്കറ്റ്. ഹീ മസ്റ്റ് ഹാവ് ടേക്കൺ ദ ടിക്കറ്റ്. ഇതും പെർഫെക്റ്റിൽ തന്നെയാണല്ലേ. ഇനി ഇതിനെ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ the ticket must have been taken by him. The ticket must have been taken by him. ഫ്യൂച്ചർ കണ്ടിന്യൂസിനും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾക്കും സാധാരണ പാസീവ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.